ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നടാശയും ഞാനും കൂടെ എയർപ്ലെയിനിൽ കയറി. ഞങ്ങൾ ഹൈദരാബാദ് ടു ചെന്നൈ ഫ്ലൈറ്റിനാണ് കയറിയത്. ഇൻഡിഗോൻ്റെ ആയിരുന്നു. സോ അതിനെന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദെൻ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 2 hours 3 hours മുമ്പായിട്ട് എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. എയർപോർട്ടിൽ വന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ കയ്യിലുള്ള ലഗേജസ് എല്ലാം ബോർഡിംഗ് പാസ് തരും. ഓക്കെ, ബോർഡിംഗ് പാസ് തരും. നമുക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് അവർ ബോർഡിംഗ് പാസ് തരും. ദെൻ നമ്മൾ പോയിട്ട് ബാഗ്സ് ചെക്ക് ചെയ്യണം. കയ്യിൽ പിടിക്കാവുന്ന ബാഗ് നമുക്ക് കയ്യിൽ പിടിക്കാം. അതല്ല, ലഗേജിലേക്ക് പോകുന്നത് അവരപ്പം തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അവർ വിടും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യും. സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. അതിന് ശേഷമാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കിടക്കുന്നത്. ഞങ്ങൾ ഒരു 11:25 ഞങ്ങളുടെ ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങളൊരു 6:30 ആയപ്പോഴത്തേക്ക് അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ പെട്ടുപോയല്ലോ, പോസ്റ്റ് ആവല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഒരു മിനി ലുലുമോളാണ്. കാണാൻ അത്രയ്ക്കും സംഭവങ്ങളുണ്ട്. ഇത് ഒരുവിധം എയർപോർട്ടിൽ, ഞാൻ ഡൽഹി എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്. എസ്കലേറ്റർ പോലെ ഇത് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലാറ്റ് സർഫസിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സംഭവമാണ്. സോ നമുക്ക് ലഗേജ് ഒന്നും പിടിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് നടക്കേണ്ട അങ്ങനത്തെ ഒരു ഫെസിലിറ്റി. ഇത് കണ്ടോ, മിനി ബാർ. 2 പെക്കടിച്ച് ഫ്ലൈറ്റ് കയറുന്നവർക്ക് അത് ആവാം. അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ഫുഡ്, ഡ്രസ്സ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ജസ്റ്റ് ലൈക്ക് മിനി ലുലുമോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാനും നടാശി ഫുൾ കറങ്ങി നടക്കുമായിരുന്നു. ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്ന് നമ്മളുടെ ബോർഡിംഗ് പാസിൽ ദേ വിൽ മെൻഷൻ ദ ഗേറ്റ് നമ്പർ, അതുപോലെ തന്നെ നമ്മളുടെ സീറ്റ് നമ്പറും എല്ലാം ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഗേറ്റ് നമ്പർ ഏതാണെന്ന് നോക്കണം. ഇത് ഈ ഡിസ്പ്ലേ കണ്ടോ. അപ്പം ഞങ്ങളുടെ ബോർഡിംഗ് പാസിലെ ഗേറ്റ് നമ്പർ 20 ആയിരുന്നു. ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് ഡിസ്പ്ലേയിൽ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് നമ്പറിൻ്റെ നേരെ കിടക്കുന്ന ഗേറ്റ് നമ്പർ ഡിഫറെൻ്റ് ആയിരുന്നു. 1 or 2 ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഒരു ലാസ്റ്റ് ഹാഫ് ആൻ അവർ 1 hourൻ്റെ ഉള്ളിൽ there is a chance to change the gate number. സോ ഞങ്ങൾ അന്തവും വിട്ട് അവിടെ ഇരുന്നേനെ പണ്ടത്തെ ഗേറ്റ് നമ്പറിൽ. ഫ്ലൈറ്റ് മിസ്സായി പോയേനെ. ഇത് ഡിസ്പ്ലേയിൽ ഞാൻ നോക്കിയതുകൊണ്ട് ഞങ്ങൾ വേഗം 1 or 2 പോയി. സോ ഫ്ലൈറ്റിൽ പോകുന്ന വലിയ പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്, ഈ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. സോ ആ ഡിസ്പ്ലേയിൽ നോക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു ട്രെയിൻ നമ്പർ ഉണ്ടാവത്തില്ലേ, അതേപോലെ തന്നെ ഈ ഫ്ലൈറ്റിന് നമ്പർ ഉണ്ടാവും. അത് വെച്ച് നോക്കിയാൽ മതി. പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമായിരിക്കും എക്സൈറ്റ്മെൻറ്റും ഫസ്റ്റ് ടൈം എന്നും. പക്ഷേ ഒരുപാട് പേര് ഇതുപോലെ ഞങ്ങളെപ്പോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടാശയുടെ ആദ്യത്തെ ആകാശയാത്രയാണ്. നടാശ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയത്. പക്ഷെ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞങ്ങളുടെ ആ റോയിൽ വിൻഡോ സീറ്റിൽ ഇരുന്ന ചേട്ടൻ ഞങ്ങൾക്ക് സീറ്റ് മാറി തന്നു. പിന്നെ പറയുവാണെങ്കിൽ പ്ലെയിൻ എങ്ങനെയാ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്ലെയിൻ ഒന്ന് ആ ഒരു എയറിലേക്ക് പോകുന്ന ആ ഒരു കുറച്ച് ടൈം നമുക്കൊരു ചെറുതായിട്ടൊരു ആന്തൽ ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ മുകളിൽ പോയിട്ട് ഞങ്ങൾ പോയ ദിവസം കുറച്ച് ഇടിമിന്നലും ഒക്കെ ഉള്ള ദിവസമായിരുന്നു. ശരിക്കും KSRTC ബസ് കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ പോകുന്നൊരു അവസ്ഥയായിരുന്നു ആക്ച്വലി പ്ലെയിൻ. പിന്നെ ഈ മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ച അടിപൊളിയായിരുന്നു. അത് ഈവൻ ഹൈദരാബാദ് ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും രണ്ടും ഹൈടെക് സിറ്റീസ്. ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് അത് കാണാൻ.
അങ്ങനെ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലെത്തിയ കാഴ്ചയാണിത്. എന്താ പറയുക, ഇങ്ങനെ നിരത്തിയിട്ടേക്കുമാണ് ഫ്ലൈറ്റ്സ്. ഇത് നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് ഒരു ബസ് കയറിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഏത് ബെൽറ്റ് നമ്പറിലാണ് നമ്മുടെ ലഗേജസ് വരുന്നതെന്ന്. ആ ബെൽറ്റ് നമ്പറിൽ പോയി നിന്നിട്ട് നമുക്ക് ബാഗ് എടുക്കാം.
ട്രെയിനാണോ? We will take one video here. അയ്യേ എനിക്ക് ഇവിടെ വീഡിയോ പ്രൂവിച്ചിട്ടോ.
അകത്തേക്ക് വെക്കാം.